Hi everyone, welcome back to Grow Malayalam. ഇപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ട്സ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ഏറ്റവും പോപ്പുലറും അതിൽ ഒരുപാട് ആളുകൾ ട്രാക്ക് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്. കാരണം നിലവിൽ ഫൈനാൻഷ്യൽ ബേസ് ചെറുതും അതുപോലെ തന്നെ ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനീസിലേക്കാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിയായ എക്കണോമിക് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള കമ്പനികളുടെ റവന്യൂ പെട്ടെന്ന് തന്നെ വളരാനുള്ള സാധ്യത ഇവിടെയുണ്ട്. ഇപ്പം ഒരു സ്മോൾ ക്യാപ് കമ്പനി വളർന്ന് മിഡ് ക്യാപ്പോ അല്ലെങ്കിൽ ലാർജ് ക്യാപ്പോ ആയി മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ഫണ്ടിന്റെ ലോങ് ടേം റിട്ടേൺസിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഇതൊരു പോസിബിലിറ്റി മാത്രമാണ്, ഒരിക്കലും നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പോൾ സ്മോൾ ക്യാപ് കമ്പനികൾക്ക് വളരെയധികം വോളറ്റിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇവിടെ സ്മോൾ ക്യാപ് യൂണിവേഴ്സ് വളരെ വലുതാണ്. അതുകൊണ്ട് ഫണ്ട് മാനേജേഴ്സിന് ഈ ഒരു സ്പേസിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ നല്ല സ്കോപ്പ് ഉണ്ട്. അതേസമയത്ത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ് സ്പേസിൽ നമുക്ക് ചില യൂണിക് ഇൻഡസ്ട്രീസിലേക്കും കൂടെ എക്സ്പോഷർ ഇവിടെ ലഭിക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ്, ടെലികോം എക്യുപ്മെന്റ് ആൻഡ് ആക്സസറീസ്, അതുപോലെ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇതൊന്നും നമുക്ക് ലാർജ് ക്യാപ് അതുപോലെ മിഡ് ക്യാപ് പോർട്ട്ഫോളിയോയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ AUM ഉള്ള 5 സ്മോൾ ക്യാപ് ഫണ്ട്സ് എങ്ങനെ പെർഫോം ചെയ്തേക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പെർഫോമൻസ്, റിസ്ക് അഡ്ജസ്റ്റഡ് മെട്രിക്സ്, കൺസിസ്റ്റൻസി ഇതിൻ്റെയൊക്കെ ബേസിലായിരിക്കും ഫണ്ടിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇതുവഴി നമുക്ക് ഫണ്ട് സൈസും പെർഫോമൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് കവർ ചെയ്യുന്നതാണ്. ഇതൊരിക്കലും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ കാണരുത്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ആദ്യം നമുക്ക് സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ AUMന്റെ ബേസിൽ ടോപ്പ് 5 ഫണ്ട്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത്, HDFC സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത്, SBI സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത്, കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത്, അതുപോലെ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണ് ഈ ഒരു കാറ്റഗറിയിലെ ലാർജസ്റ്റ് സ്മോൾ ക്യാപ് ഫണ്ട്സ്. ഇനി നമുക്ക് നോക്കാം കഴിഞ്ഞ 1, 3, 5 മുതൽ 10 വർഷത്തിൽ സ്മോൾ ക്യാപ് ഫണ്ട്സ് എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന്. അപ്പോൾ ഈ ഒരു ടേബിളിൽ കാണുന്ന പോലെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് കഴിഞ്ഞ 1, 3, 5 മുതൽ 10 വർഷത്തിൽ ബെഞ്ച് മാർക്ക് അതുപോലെ കാറ്റഗറി രണ്ടിനും ഇവിടെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് കഴിഞ്ഞ 1, 3 അതുപോലെ 5 വർഷത്തിൽ ബെഞ്ച് മാർക്ക് അതുപോലെ കാറ്റഗറി രണ്ടിനും ഇവിടെ മറികടന്നിട്ടുണ്ട്. ഇനി നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് കഴിഞ്ഞ 1, 3 അതുപോലെ 10 വർഷത്തിൽ ബെഞ്ച് മാർക്കിന് ഇവിടെ മറികടന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 1 അതുപോലെ 3 വർഷത്തിൽ കാറ്റഗറിനെ മറികടക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇനി HDFC സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് 10 വർഷത്തിൽ ബെഞ്ച് മാർക്ക് അതുപോലെ കാറ്റഗറി രണ്ടിനും ഇവിടെ മറികടന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 1, 3 അതുപോലെ 5 വർഷത്തിൽ കാറ്റഗറിനെ മറികടക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. കൂടാതെ കഴിഞ്ഞ 5 വർഷത്തിൽ ബെഞ്ച് മാർക്കിനെ മറികടന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 1 അതുപോലെ 3 വർഷത്തിൽ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇനി നമ്മൾ SBI സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണെങ്കിൽ കഴിഞ്ഞ 1, 3 അതുപോലെ 5 വർഷത്തിൽ കാറ്റഗറി അതുപോലെ ബെഞ്ച് മാർക്ക് രണ്ടിനും ഇവിടെ മറികടക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിൽ ബെഞ്ച് മാർക്ക് അതുപോലെ കാറ്റഗറിനെ ഇവിടെ മറികടന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടുകളുടെ റിസ്ക് അഡ്ജസ്റ്റഡ് മെട്രിക്സ് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത്, HDFC സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത്, അതുപോലെ SBI സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ഈ 3 ഫണ്ടിന്റെയും സ്റ്റാൻഡേർഡ് ഡിവിഷൻ ബെഞ്ച് മാർക്കിനേക്കാളും കാറ്റഗറിനേക്കാളും താഴെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫണ്ടുകളുടെ വോളറ്റിലിറ്റി താരതമ്യം കുറവാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാൽ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് അതുപോലെ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കാറ്റഗറിനേക്കാളും ഇവിടെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2 ഫണ്ടിന്റെയും വോളറ്റിലിറ്റി താരതമ്യം കൂടുതലാണ്. എന്നാൽ ഇവരുടെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ബെഞ്ച് മാർക്കിനേക്കാളും കുറവാണ്. അപ്പോൾ ഇവിടെ ബീറ്റ എന്ന് പറയുന്നത് ഓവറോൾ മാർക്കറ്റ് മൂവ്മെന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസ് എത്ര സെൻസിറ്റീവ് ആണെന്ന് മെഷർ ചെയ്യുന്ന മെട്രിക് ആണ്. ഇപ്പം ബീറ്റ 1 ആണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഫണ്ട് പൊതുവെ മാർക്കറ്റിനൊപ്പം തന്നെയാണ് മൂവ് ചെയ്യുന്നുണ്ടെന്നാണ്. എന്നാൽ ബീറ്റ ഇപ്പോൾ 1 കൂടുതലാണെങ്കിൽ മാർക്കറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫണ്ട് കൂടുതൽ വോളറ്റൈൽ ആണെന്ന് നമുക്കിവിടെ പറയാം. ഇനിയിപ്പോൾ ബീറ്റ 1 കുറവാണെങ്കിൽ ഫണ്ട് മാർക്കറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ വോളറ്റിലിറ്റി കുറവാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്ന് പറഞ്ഞ 5 സ്മോൾ ക്യാപ് ഫണ്ടിന്റെ ബീറ്റ 1 കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫണ്ടുകളെല്ലാം തന്നെ മാർക്കറ്റിനെ വെച്ച് നമ്മൾ നോക്കും വോളറ്റിലിറ്റി കുറവുള്ള ഫണ്ടുകളാണ്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടുകളുടെ ഷാർപ്പ് റേഷ്യോ നോക്കാം. ഈ ഒരു മെട്രിക് പറഞ്ഞിരുന്നത് നമ്മൾ ഓരോ അഡീഷണൽ യൂണിറ്റ് റിസ്ക് എടുക്കുമ്പോൾ ഫണ്ട് എത്രത്തോളം അഡീഷണൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അതായത് ഇപ്പോൾ ഷാർപ്പ് റേഷ്യോ കൂടുതലാണെങ്കിൽ ഫണ്ടിന്റെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് അത്രയും ബെറ്റർ ആണെന്നാണ്. ഇവിടെ ഇപ്പം നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത്, കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത്, അതുപോലെ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ ഷാർപ്പ് റേഷ്യോ ബെഞ്ച് മാർക്ക് അതുപോലെ തന്നെ കാറ്റഗറിനേക്കാൾ ഇവിടെ കൂടുതലാണ്. അപ്പൊ ഇതിവിടെ കാണിക്കുന്നത് ഈ ഒരു പീരീഡ് ഈ ഒരു ഫണ്ടുകൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് നൽകിയിട്ടുണ്ടെന്നാണ്. ഇത് പാസ്റ്റ് ഡേറ്റയാണ്, ഇതൊരിക്കലും ഫ്യൂച്ചർ പെർഫോമൻസിനെ ഗ്യാരണ്ടി ചെയ്തില്ല. എന്നാൽ SBI സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് അതുപോലെ HDFC സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ ഷാർപ്പ് റേഷ്യോ ബെഞ്ച് മാർക്ക് അതിൽ കാറ്റഗറിനേക്കാളും കുറവാണ്. അതായത് ലോവർ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് എന്നാണ്. ഇനി നമുക്ക് സോർട്ടിനോ റേഷ്യോനെ പറ്റി പറയാം. സോർട്ടിനോ റേഷ്യോ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ആണ് മെഷർ ചെയ്യുന്നത്. പക്ഷേ ഇത് സ്പെസിഫിക്കലി ഡൗൺ സൈഡ് റിസ്ക് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റിട്ടേൺസ് എക്സ്പെക്ടഡ് ലെവലിന് താഴെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഡൗൺ സൈഡ് റിസ്കിനെ ഫണ്ട് എത്ര നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്നാണ് ഈ ഒരു മെട്രിക് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത്, കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത്, ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ഈ 3 ഫണ്ടുകൾക്കും ബെഞ്ച് മാർക്കിനേക്കാളും കോമ്പറ്റേറ്റേഴ്സിനേക്കാളും സോർട്ടിനോ റേഷ്യോ കൂടുതലാണ്.
അപ്പൊ ഇതിന്റെ അർത്ഥം ബെഞ്ച് മാർക്കും കാറ്റഗറിയിലുള്ള മറ്റു ഫണ്ടുകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ കൂടുതലാണെന്നാണ്. എന്നാൽ SBI സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തും HDFC സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തും ബെഞ്ച് മാർക്കിനേക്കാളും കോമ്പറ്റേറ്റേഴ്സിനേക്കാളും സോർട്ട് റേഷ്യോ ഇവിടെ കുറവാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ബെഞ്ച് മാർക്കും കാറ്റഗറിയിലുള്ള മറ്റു ഫണ്ടുകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ കുറവാണെന്നാണ്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടുകളുടെ അപ്സൈഡ് ആൻഡ് ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോസ് നോക്കാം. അപ്പൊ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ പറഞ്ഞു തരുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് കയറുമ്പോൾ അവർ ബെഞ്ച് മാർക്കിനെ വെച്ച് നോക്കുമ്പോൾ ഫണ്ട് എത്ര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ ഇത് നമ്മൾ വേറൊരു രീതി പറയുകയാണെങ്കിൽ ബുൾ മാർക്കറ്റിൽ ബെഞ്ച് മാർക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫണ്ട് എത്ര വേഗത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. ഇപ്പം അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ 100 കൂടുതലാണെങ്കിൽ ഇക്വിറ്റി ഫണ്ട് ബെഞ്ച് മാർക്കിനേക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ്. പിന്നെ ഇപ്പോൾ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത്, കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത്, അതുപോലെ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ കാറ്റഗറിനേക്കാളും കൂടുതലാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം മാർക്കറ്റ് കയറുമ്പോൾ ഈ ഒരു ഫണ്ടുകൾ കാറ്റഗറിനേക്കാളും കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ്. ഇനിയിപ്പം ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ബെഞ്ച് മാർക്കിനെ കമ്പയർ ചെയ്ത് ഫണ്ട് എത്ര എക്സ്റ്റെന്റിൽ അത് ഡിക്ലൈൻ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്ന മെട്രിക് ആണ്. ഇവിടെ ഇപ്പം ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ 100 താഴെയാണെങ്കിൽ ബെഞ്ച് മാർക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫണ്ട് കുറവ് മാത്രമേ ഇടിഞ്ഞിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇത് ഇൻവെസ്റ്റേഴ്സിന് ഒരു പോസിറ്റീവ് സൈൻ ആണ്. ഇവിടെ ഈ 5 സ്മോൾ ക്യാപ് ഫണ്ട്സിൽ 4 എണ്ണത്തിന്റെ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ കാറ്റഗറിനേക്കാളും താഴെയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് കറക്ഷൻ സമയത്ത് കാറ്റഗറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫണ്ടുകൾ താരതമ്യം ബെറ്റർ ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ടെന്നാണ്. എന്നാൽ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ കാറ്റഗറിനേക്കാളും കൂടുതലാണ്. ഇനി നമുക്ക് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ നോക്കാം. അതുപോലെ ഈ ഒരു ഫണ്ടുകളിലെ ടോപ്പ് ഹോൾഡിംഗ്സ് കോൺസെൻട്രേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈൽ അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് അപ്രോച്ചിനെ പറ്റിയിട്ട് ഒരു ബെറ്റർ ഐഡിയ നമുക്ക് നൽകും. അപ്പോൾ ഈ ഒരു ടേബിളിൽ നിങ്ങൾ കാണുന്ന പോലെ HDFC സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത്, നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത്, അതുപോലെ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന് കമ്പാരിറ്റീവ്ലി പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ കുറവാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഫണ്ട് ഇവിടെ കൂടുതലും ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ പോർട്ട്ഫോളിയോയിൽ പെട്ടെന്ന് വലിയ മാറ്റങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതേസമയത്ത് SBI സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് അതിൽ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ കൂടുതലാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഈ ഒരു ഫണ്ടുകൾ അവരുടെ പോർട്ട്ഫോളിയോ സ്റ്റോക്സ് അടുപ്പിച്ച് മാറ്റുന്നുണ്ടെന്നാണ്. ഇനി നമ്മൾ ഇവരുടെ ടോപ്പ് ഹോൾഡിംഗ് കോൺസെൻട്രേഷൻസ് നോക്കുകയാണെങ്കിൽ ഈ 5 സ്മോൾ ക്യാപ് ഫണ്ട്സിനും ടോപ്പ് ഹോൾഡിംഗ്സിൽ കമ്പാരിറ്റീവ്ലി കുറവ് കോൺസെൻട്രേഷൻ ആണുള്ളത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് വെൽ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആണ്. സോ ഏറ്റവും കൂടുതൽ AUM ഉള്ള ഈ സ്മോൾ ക്യാപ് ഫണ്ട്സ് ഓവറോൾ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്? സോ കഴിഞ്ഞ 10 വർഷത്തിൽ, അതായത് 2016 മുതൽ 2025 വരെ ഈ 5 സ്മോൾ ക്യാപ് ഫണ്ട്സും ഓരോ വർഷം എത്ര റിട്ടേൺസ് നൽകിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫണ്ട് നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ 10 വർഷത്തിൽ 8 തവണയും കാറ്റഗറി അതുപോലെ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പം HDFC സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് കഴിഞ്ഞ 10 വർഷത്തിൽ 6 തവണയും അവരുടെ കാറ്റഗറി അതുപോലെ ബെഞ്ച് മാർക്കിനെ ഇവിടെ മറികടന്നിട്ടുണ്ട്. ഇനി SBI സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് കഴിഞ്ഞ 10 വർഷത്തിൽ 4 തവണയും അവർ കാറ്റഗറി അതുപോലെ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് കഴിഞ്ഞ 10 വർഷത്തിൽ 7 തവണയും അവർ കാറ്റഗറി അതുപോലെ ബെഞ്ച് മാർക്കിനെ ഇവിടെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ഈ ഒരു ഫണ്ട് ഫെബ്രുവരി 2020 ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ 2021 മുതൽ 2025 വരെയുള്ള റിട്ടേൺസ് ആവും നോക്കുന്നത്. ഈ ഒരു ഫണ്ട് കഴിഞ്ഞ 5 വർഷത്തിൽ 2 തവണ അവരുടെ കാറ്റഗറി അതിൽ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഡേറ്റ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഹയർ AUM ഉള്ള ചില സ്മോൾ ക്യാപ് ഫണ്ട്സ് ഹിസ്റ്റോറിക്കലി ബെറ്റർ ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു ജനറൽ ഒബ്സർവേഷൻ മാത്രമാണ്. ഓരോ ഫണ്ടിനും ഇവിടെ ഡിഫറെന്റ് ആയിരിക്കും. ഇതുപോലെയുള്ള ഫണ്ടുകൾക്ക് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് പെട്ടെന്ന് വലിയൊരു എമൗണ്ട് വിഡ്രോ ചെയ്താലും ഫണ്ടിന് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. എന്നാൽ ഏർലി സ്റ്റേജിൽ ഫ്യൂച്ചർ മൾട്ടി ബാഗറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇവിടെ കുറവായിരിക്കും. എന്നാൽ AUM കുറവുള്ള സ്മോൾ ക്യാപ് ഫണ്ട്സിന് തിയററ്റിക്കലി ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള മൈക്രോ ക്യാപ് സ്റ്റോക്സിലേക്ക് എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കറക്ഷന്റെ സമയത്ത് ഈ ഒരു ഫണ്ടുകൾക്ക് കൂടുതൽ റിസ്ക് ഉണ്ടാകാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് കവർ ചെയ്തതാണ്. അപ്പോൾ ഇക്വിറ്റി ഫണ്ട്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് പോലത്തെ മെട്രിക്സ് നിങ്ങൾ മനസ്സിലാക്കുക. അതിനൊപ്പം റിട്ടേൺസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.